have this opportunity to be together in the Lord's presence. As you all know, this takes a bit of time, but anyway, I'm glad they have got it going. So may God guide us this day. We'll just open with a word of prayer. First of all, I'd like to call upon Joe's uncle to come forward and lead us in prayer to start the program. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനെ നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയുടെ യാമത്തിനാട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ സഭയായിട്ട് ഞങ്ങൾക്ക് ഇന്ന് രാത്രി അങ്ങയുടെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസത്തിൻ്റെ പ്രഭാതം മുതൽ ഇതുവരെ ഞങ്ങളെ പരിപാലിച്ചു. അനേക ആപത്തനർത്ഥങ്ങളിലൊക്കെയും കഷ്ടപ്പെടുന്നതിലും പ്രയാസത്തിൽ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ബലത്തോടെ ഇന്ന് രാത്രി അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവേ നീ അവിടുന്ന് സഹായിച്ച അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ നീ എത്ര നല്ലവൻ, എത്ര മതിയാവനെന്ന് പറയുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ തക്കണം കർത്താവ് സഹായിച്ചല്ലോ. അപ്പോൾ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ ഈ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത്താണെ അമരക്കാരനായി കൂടെ കരം പിടിച്ച് നടത്തുന്ന അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവം എന്ന് വാക്ക് പറഞ്ഞ കർത്താവിനെ ഇന്ന് രാത്രികാലം പാടി സ്തുതിപ്പാൻ കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമേ. അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഗാന ശുശ്രൂഷയൊക്കെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ സ്വർഗമേ നീ അവിടുന്ന് സഹായിക്കണമേ. കർത്താവ് എല്ലാവരും നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ പാടുന്ന ഓരോ വ്യക്തികളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കപ്പായി ഏൽപ്പിക്കുന്നു. ആത്മാവിൽ പാടുവാൻ, ആത്മാവിൽ അങ്ങേ സ്തുതിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവരുടെ മേൽ പതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ആത്മസാന്നിധ്യത്താൽ ഞങ്ങൾക്കൊക്കെ അങ്ങേ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് രാത്രിക്കാലം വലിയൊരു ആത്മപകർച്ച കാണുവാൻ കർത്താവ് ഇതൊരു ചടങ്ങായി തീരുവാൻ നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരുവാൻ സ്വർഗമേ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഗീതക്കാർ ഹാലേലൂയ അങ്ങയുടെ സന്നിധിയിൽ പാടി ആനന്ദിച്ചതുപോലെ ഇന്ന് രാത്രികാലം കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് പാടി ആനന്ദിപ്പാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, വാൽമീകിതങ്ങളാൽ പാടി അങ്ങേ സ്തുതിപ്പാൻ ഇതിൻ്റെ വചനത്തിലുണ്ടല്ലോ. അപ്രകാരം ഇന്നരായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിന് മഹത്വമല്ലാത്ത ഒന്നും കടന്നു വരല്ലേ. അങ്ങയുടെ നാമം ഉയരുവാൻ കർത്താവ് സഹായിക്കണമേ. ഓരോ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരെയും പാടുന്നവരെയും ഓരോ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയെ പൊതിയണേ, അവിടുത്തെ സാന്നിധ്യത്താൽ നിറക്കണമേ. കടന്നു വന്ന എല്ലാ ജീവിതങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഇന്ന് രാത്രികാലം ഒന്നിച്ച് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് സഹായിക്കണേ. അല്പസമയം ഞങ്ങൾ അവിടുത്തെ ആ സന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ കൃപകളാൽ നിറക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ നയിക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവിച്ച യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. Thank you, Joe's uncle. So I'd like to welcome all of you to the YP's, probably the final meeting of this year. We had our talent meeting last week, which is the final talent meeting of the year, but this is probably our last YP meeting of the year. So we are so glad to have all of our dear church members. I welcome all of you, all brothers, sisters, and our children to this program. And as you can see, there's a lot of work that goes behind this. So what I request from all of you is that നിങ്ങൾ എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. So that they are doing a ministry, right? They are leading this worship, but we are singing along with them. So that is what we're here for. We're here to worship the Lord in spirit and in truth. In Ephesians chapter 5, it says, let's give thanks to the Lord. Let's sing and make melody and give thanks to the Lord. Right? So that's what we're going to do this evening. May God guide us. And if you'll all notice, you've all got a songbook in your hand, so you can follow along with the songs that they're singing. Some of the songs will be known to you, some are new. So whichever the new songs, you can follow along with the songs that they're singing. And right now I'll also be putting up the songs in our church group. So all of you who want to go digital, you can also follow along with it digitally, right? And it's right now up in our church group. So all of you who want to be updated through the phone, you can get it on the phone as well. So with this, I
Once again, I request all of you to continually pray for our team here and sing along with them, right? They are not performing here on stage as if it were a concert, right? That is there, but all of you will have the opportunity to sing along with them and worship the Lord. So that is our ultimate aim in everything. And please pray for them. And even if you notice any mistakes or anything, we're not all professionals, right? So we request that you all bear with them and help them and sing along with them and encourage them, right? May God bless us all. With this, I hand it over to our music team for the night. God bless. Praise the Lord Jesus. എന്നെ സ്നേഹിച്ചുവോ ഇതത്രയും വിചിത്രമേ സുരക്ഷക എത്ര ദൂരം അങ്ങ് വിട്ടോടി ഞാൻ അത്ര നേരം കാത്തു നിന്നെ നീ എത്ര നാശ
സംഗീതം ഹൃദയങ്ങളെ കീഴടക്കുന്നതാണ്. അനുഭവങ്ങളുടെ മൂർച്ചയിൽ സ്ഫുടം ചെയ്ത വരികൾക്ക് കാരിരുമ്പിന്റെ ശക്തിയുണ്ട്. അത് മനസ്സിനെ ആഴമായി സ്പർശിക്കും. അത്തരം ഗാനങ്ങളുടെ സമാഹാരമാണ് ഇന്നത്തെ YP മ്യൂസിക് നൈറ്റ് നമുക്ക് സംഭാവന ചെയ്യുന്നത്. ദൈവഭക്തന്മാർ എഴുതിയ വരികൾ ആത്മനിറവിൻ്റെതാണ്, പ്രത്യാശ നിറഞ്ഞതാണ്. കാർമേഘങ്ങളുടെ നടുവിൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സൂര്യശോഭ പകരുവാൻ ഈ ഗാനങ്ങൾക്ക് കഴിയട്ടെ. ഇവിടെ പാടുന്ന ഒരു പാട്ടും ഓരോ സാക്ഷ്യമാണ്, ഒരു പ്രാർത്ഥനയാണ്, ഒരു ആരാധനയാണ്, സമർപ്പണമാണ്. ഇതൊരു പെർഫോമൻസ് അല്ല. സങ്കീർത്തനക്കാരൻ 117 സങ്കീർത്തന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: Praise the Lord, all you nations, extol him, all you peoples. For great is his love towards us, and his faithfulness of the Lord endures forever. നമ്മോടുള്ള അവൻ്റെ ദയ, അവൻ്റെ സ്നേഹം എത്ര വലുതായിരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തുടക്കം തകർച്ചയിലോ മറ്റുമായിരിക്കാം, എന്നാൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ ഭാരം ചുമക്കുന്നവൻ, നമ്മെ നന്നായി അറിയുന്ന ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഒരു രാത്രിയായി തരട്ടെ. Praise to Jesus. Praise to Jesus. Praise to Jesus.
കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി. ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാധുര്യമേറുന്ന അനുഭവങ്ങളാണ് പാട്ടിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, കർത്താവ് നമ്മെ സ്നേഹിച്ചത് ഓർത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയില്ലാത്തവരായിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മൾ അലസരായിരിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഒരു ക്രിസ്തീയ വിശ്വാസി, കർത്താവിന്റെ സ്നേഹം നുകർന്ന ഒരു ക്രിസ്തീയ വിശ്വാസി തന്റെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തോടുള്ള കൂട്ടായ്മയാണ് അവനെ വിശ്വാസത്തിൽ കൂടുതൽ സ്ഥിരതയുള്ളവനായി മാറ്റുന്നത്. 1 യോഹന്നാൻ 1:3 അപ്പോസ്തലനായ യോഹന്നാൻ എഴുതി അറിയിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടാകുന്നു. യഥാർത്ഥത്തിൽ 2 ദിശകളിലാണ് ആ ക്രൂശിന്റെ ഭുജങ്ങൾ നമ്മൾ കാണുന്നത്. ആ ക്രൂശിന്റെ 2 ഭുജങ്ങൾ ക്രിസ്തുവിൽ നമ്മെ ദൈവത്തോടും അടുപ്പിക്കുകയും നമ്മെ തമ്മിൽ അടുപ്പിക്കുകയും ചെയ്യുന്നു. ആ ക്രൂശ് ഒന്ന് മാത്രമാണ്. ആ കൂട്ടായ്മയിൽ നടക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ആ സന്തോഷത്താൽ നിറയുവാൻ തക്കണം ഇടയായി തീരും. നമ്മുടെ കണ്ണുകളിൽ ആ സന്തോഷ തിളക്കമുണ്ടാവാൻ ഇടയായി തീരും. നമ്മുടെ ചുണ്ടുകളിൽ ആ നാഥനെ പറ്റിയുള്ള പാട്ട് നിറയുവാൻ തക്കണം ഇടയായി തീരും. നമ്മുടെ ചുവടുകളിൽ ആ കുതിപ്പുണ്ടുവാൻ തക്കണം ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ആ കൂട്ടായ്മയുടെ ആനന്ദം നുകർന്ന ഓരോ ദൈവവൈതലും, അവന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ ഓരോ ദൈവവൈതലും അവൻ പറയും, എന്നെ ഏത് പ്രതിസന്ധിയിലും നടത്തുവാൻ ദൈവവിശ്വസ്തനാണ്. അങ്ങനെയെങ്കിൽ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് അത് സ്മരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ നമ്മെ ഓരോരുത്തരും.
നടത്തുന്ന ആ പൊന്നുകരത്തെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൽ കൂടി ജീവിച്ച് ഈ ആത്മീയ യാത്ര നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ പറഞ്ഞതുപോലെ ദൈവിക കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ദൈവം നമ്മെ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചൊരു കൂട്ടായ്മ അവൻ്റെ ജീവിതത്തിൽ വളരെയധികം അനിവാര്യമാണ്. ഇങ്ങനെയാണ് ചിന്തകൻ പറയുക, ക്രിസ്ത്യൻ ബിലീവർ നീഡ്സ് ചർച്ച് ജസ്റ്റ് ആസ് എ കാൻഡിൽ നീഡ്സ് എ കാൻഡിൽ സ്റ്റിക്ക് ആൻഡ് എ ട്രീ നീഡ്സ് എ സോയിൽ. Without a candlestick, a candle cannot stand, and without a soil, a tree cannot grow, neither you. Without fellowship, a Christian can neither stand or grow. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ കൂട്ടായ്മയുള്ളിടത്ത് ഒരു ആരാധനയുണ്ട്. കൂട്ടായ്മയുള്ളിടത്ത് ദൈവത്തിന്റെ നടത്തിപ്പ് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു ആരാധനയുണ്ട്. നമ്മുടെ ജീവിതം ഒരു പെർഫോമൻസ് മാത്രമായിട്ടല്ല, നമ്മുടെ ജീവിതം ഒരു ആരാധനയായിട്ട് ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കണം. നിങ്ങളുടെ ശരീരങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കാൻ ഓരോ ദിവസവും ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ അവൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഹോസ്തേരി സ്തുതി എന്ന അനുഗ്രഹീതമായ ഗാനം ദൈവമക്കൾ ഒരുമിച്ച് പാടുന്നു. तेरी स्तुति और आराधना करता हूँ मैं तुझसे प्रार्थना. महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पे कर. हो तेरी स्तुति और आराधना करता हूँ मैं तुझसे ये प्रार्थना. महिमा से तेरी तू इस जगह को भर, जो भी तू चाहे तू यहाँ पे कर. हालेलुया, 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 हालेलुया. से तेरी नया दिन दिखाता है, दाल बनकर मेरी मुझे बचाता है. जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उठाता है. करुणा से तेरी बनकर मेरी मुझे बचाता है. जब मैं पुकारूं तू दौड़ आता है, जब मैं गिरूं मुझे उठाता है. हालेलुया.
कोई नहीं, तुझको छोड़ कोई प्रभु है ही नहीं। घुटने में देखूं बस तेरे सामने, तूने मेरा प्रभु, तू मेरा पिता। ഗാനങ്ങൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. YP ടീം ഈ ഒരു മ്യൂസിക് നൈറ്റ് ക്രമീകരിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു അവരുടെ ഒരു ആശയം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ജേർണി ത്രൂ സോങ്സ് എന്നായിരുന്നു. അതായത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അവന്റെ ഓരോ തലങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ക്രിസ്തീയ ജീവിതമായുള്ള ബന്ധത്തിൽ അവന്റെ ഓരോ തലങ്ങളെയുമാണ് ഈ പാട്ടിൽ കൂടി വിളിച്ചറിയിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹത്തിൽ കൂടെ നമ്മൾ ദൈവത്തിന്റെ സ്നേഹം നുകർന്നുകൊണ്ട് അവന്റെ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വന്ന് ദൈവസന്നിധിയിൽ നമ്മൾ അവനെ ആരാധിച്ച് ജീവിതം മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മളൊരു സഭയാകുന്ന ഒരു തോട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആത്മീയ യാത്രയിൽ പലപ്പോഴും ഈ തോട്ടത്തിൽ പലപ്പോഴും എന്ത് ചെയ്യും, മങ്ങലൊക്കെ വരും, പൊടിപടലങ്ങളൊക്കെ വന്ന് നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചും ഒക്കെ പോകാറുണ്ട്. എന്നാൽ നമ്മെ നനയ്ക്കുന്ന, നമുക്ക് കുളിർമയേകുന്നത് എപ്പോഴും ദൈവത്തിന്റെ വചനമാകുന്ന ആ മാരിയാണ്, ദൈവത്തിന്റെ സ്നേഹമാകുന്ന മാരിയാണ്. അവന്റെ രക്തമാണ് നമുക്ക് പുതുജീവൻ തരുന്നത്. അങ്ങനെയെങ്കിൽ മങ്ങലേൽക്കാതെ ക്രിസ്ത്യ ജീവിതത്തിൽ പൂർണ്ണ ഊർജ്ജസ്വലതയോടുകൂടി ജീവിതം മുന്നോട്ട് നയിപ്പാൻ തക്കണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പെന്തക്കോസ്ത് നാൾ ഇറങ്ങി വന്ന സമയത്ത് അന്ന് ആത്മാവിന്റെ സാന്നിധ്യം മാളികമുറിയിൽ കടന്നു വന്ന ജനത്തിന് മധ്യയിൽ വന്നപോലെ, അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ദൈവസഭയായിട്ട് ചർച്ച് ഓഫ് ഗോഡ് ദുബായ് ദൈവസഭ നമ്മൾ ഒത്തൊരുമിച്ച് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി അധികം ശോഭിക്കുവാൻ തക്കണം നമുക്ക് ഓരോരുത്തരും ഇടയായിത്തരണം. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുവാൻ തക്കണം ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമായി ഉണർവിൻ കാലമായി എന്നുള്ള ആ അനുഗ്രഹീത ഗാനം നമുക്ക് ഒത്തൊരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നമുക്കറിയാവുന്നവർക്കൊക്കെ ഈ ഗാനം ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരും കേട്ടോണ്ട് മാത്രം ഇരിക്കാതെ ഇതൊരു ആരാധനയുടെ ആണല്ലോ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ, ദൈവിക സമയമാ ഉണർവിൻ കാലമാ. സഭയാം തോട്ടമേ ഉണർവിൻ കൂട്ടമേ, ആത്മാവിൻ ശക്തിയാ മേൽപ്പാൻ സമയമാ. പരിശുദ്ധാത്മാവേ ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. അങ്ങ് പിരിഞ്ഞൊന്നും ആവതില്ലാതെ അങ്ങ് വസിച്ചിടാ അധിക
ദൈവം ഫലമേകാം. പരിശുദ്ധാത്മാവേ, ഉണർവിൻ നായകനേ, അളവ് കൂടാതെ കൃപകൾ ചൊരിയണമേ. അങ്ങ് പിരിഞ്ഞൊന്നും ആവതില്ലായേ, അങ്ങിൽ വസിച്ചിടാം അധികം ഫലമേകാം. കാലം വചനം പോലെ ആത്മപകർച്ചയും കാലം. കത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. അന്ത്യകാലം വചനം പോലെ ആത്മപകർച്ചയും കാലം. കത്തൻ വരവിൻ നാളിൻ മുൻപേ ലോക ഉണർവിൻ കാലം. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദാസന്മാരും ദാസിമാരും നിറഞ്ഞിടും. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, വൃദ്ധന്മാരും സ്വപ്നം കണ്ട് ഘോഷിക്കും. സമയമാ ഉണർന്നിടാം, എഴുന്നേൽക്കാം, ഹല്ലേലൂയ. സമയമാ ഉണർന്നിടാം, എഴുന്നേൽക്കാം, സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ. ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. മുറിയിൽ തുറന്നതാമി അപ്പോസ്തോലിക സമയം. അഗ്നിനാവിൻ ജ്വാല പോലെ സാക്ഷിയാകും സമയം. മാളിക മുറിയിൽ തുറന്നതാമി അപ്പോസ്തോലിക സമയം. അഗ്നിനാവിൻ ജ്വാല പോലെ സാക്ഷിയാകും സമയം. ഭൂഖണ്ഡങ്ങൾ യേശുവിനെ തുറന്നിടും, ഭൂമിയെല്ലാം മഹത്വത്താൽ നിറഞ്ഞിടും. ദൈവസഭ സൈന്യമായി എഴുന്നേൽക്കും, ദേശമെല്ലാം ദൈവരാജ്യം സ്ഥാപിക്കും. യേശു മാത്രം കർത്താവെന്ന് എല്ലാ നാളും ഏറ്റുപാടും. യേശുനാമം കർത്താവെന്ന് എല്ലാ നാളും ഏറ്റുപാടും. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ. ദൈവിക സമയമാ, ഉണർവിൻ കാലമാ. സഭയാം തോട്ടമേ, ഉണർവിൻ കൂട്ടമേ. ആത്മാവിശക്തിയാ നീപ്പാൻ സമയമാ. ഹല്ലേലൂയ. ദൈവജനം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ പരിശുദ്ധാത്മാ പകർച്ചയുടെ ദിനങ്ങളാണ് ഇനിയുള്ള നാളുകൾ. ആ ആത്മാവിന്റെ പകർച്ച അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് ജീവിതം നയിപ്പാൻ. ഇവിടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഈ യൂത്ത് മിനിസ്ട്രീസ് നടത്തുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി അധികം ശോഭിക്കണമെങ്കിൽ, അധികം ഈ ക്രിസ്തീയ യാത്ര മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയില്ലെങ്കിൽ നമുക്ക് ജീവിതം മുന്നോട്ട് നയിപ്പാൻ കഴിയുകയില്ല.
ഉണർവ് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ആന്തരികമായ വിപ്ലവമാണ്. ആ ആന്തരികമായ വിപ്ലവം ആ വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആ ചലനാത്മകമായ ചില പ്രവർത്തികൾ ഉണ്ടാകുവാൻ തക്കൊണ്ടിരുന്നു. ആ കുടുംബത്തിൽ നിന്നുള്ള മാറ്റം സഭയിൽ ആ രൂപാന്തരം സംഭവിക്കാൻ തക്കൊണ്ടിടയായിരുന്നു. ആ സഭ സമൂഹത്തിൽ ഒരു ഉണർത്തപ്പെട്ട സഭയായി മാറുവാൻ തക്കൊണ്ടിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും, ഓരോ യുവാക്കളും, യുവതികളും, ഓരോ കുടുംബങ്ങളും, ദൈവസഭയും ഈ കാലയളവിൽ ഉണർത്തപ്പെട്ട് കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ, ഈ ലോകത്ത് നമ്മൾ ആത്മാവിൽ ശോഭിക്കുവാൻ തക്കോണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് നാം പോവുകയാണ്. പ്രാർത്ഥനയോട് ശ്രമിച്ചാലും. ഹല്ലേലൂയ. यहोवा राजा है सामर से बना, आनंदी परमेश्वर वो ना करेगा। यहोवा राजा है सामर से बना, आनंदी परमेश्वर वो ना करेगा। युगों से युगों तक एक ही है राजा, महिमा से सिंहासन पर बेतहाशा वो है महान, सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप सदा। राजा ऊंचाई से युवा यीशु नाम। ओ युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बेतहाशा वो है महान, सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप सदा। उसके नाम की जय जयकारे। युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बेतहाशा वो है महान, सर्वशक्तिमान, उसकी हुकूमत और उसका ही प्रताप। ओ युगों से युगों तक एक ही है राजा, महिमा के सिंहासन पर बेतहाशा वो है महान, सर्वशक्तिमान।
അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ ദൈവത്തിൻ്റെ ആത്മപകർച്ചയുടെ നാളുകളായി തീരട്ടെ. യുവതി യുവാക്കന്മാർ കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ തക്കണമടിയായി തീരട്ടെ. ഹല്ലേലൂയ. സംഗീതനക്കാരൻ പറഞ്ഞു, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്ന് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. അതായത് ദൈവസന്നിധിയിൽ വരുമ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയുണ്ട്, സന്തോഷത്തിൻ്റെയും സ്തോത്രത്തിൻ്റെ ഒരു പ്രതീതിയുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് എല്ലാ വാദ്യഘോഷങ്ങളോടുകൂടെ ഇസ്രായേൽ ജനം കർത്താവിനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ പോലെ നമുക്കും ദൈവം തന്ന താലന്തുകൾ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. തുടർന്നുള്ള സമയങ്ങൾ ഇവിടെയുള്ള നമ്മുടെ മ്യൂസീഷ്യൻസ് അവര് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമാണ്. ആ കാൽവറി ക്രൂശിലേക്ക് നമുക്ക് നോക്കാം. അവൻ എത്ര വിശ്വസ്തനായിരുന്നു. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവന്റെ മുഖത്തെ ദർശിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. So we pour out our praise. We
മ്യൂസീഷ്യൻസ് എല്ലോട് ചേർന്നൊരു ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കാണ് നമ്മളിപ്പോൾ ശ്രവിക്കാൻ പോകുന്നത്. ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവത്തിനു വേണ്ടി പല സ്റ്റേജുകളിൽ ഒക്കെ അവരെ പെർഫോം ചെയ്യുവാൻ കൊണ്ട് ദൈവം അവർക്ക് കഴിവ് കൊടുക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന യുവജനങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ വരും കാലങ്ങളിൽ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനും ഇങ്ങനെയുള്ള പല സ്റ്റേജുകളിൽ അവർ അറിയപ്പെടുവാൻ തൊക്കണം കർത്താവിന്റെ നാമത്തെ വഹിക്കുന്ന ഒരു പാത്രങ്ങളായി തീരുവാൻ തൊക്കണം ദൈവം സഹായിക്കട്ടെ. വരൂ, നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ അനുഗ്രഹീതമായ സെഷൻ ശ്രമിക്കാം.
പോരാട്ടങ്ങളും അലച്ചിലും നിറഞ്ഞ ഈ ജീവിതയാത്രയിൽ ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയമാണ് ഈ പാട്ട് വിളിച്ചോതിയത്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടുന്ന് വരും. ഒരു ദൈവപൈതലിനെ മുന്നോട്ട് നടത്തുന്ന ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവാശ്രയമുള്ള യുവാക്കളായി, യുവതികളായി, ദൈവമക്കളായി നമുക്ക് തീരാമെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വളരെയധികം അർത്ഥമുള്ളതായി തീരും. അങ്ങനെയെങ്കിൽ അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ തക്കണം ദൈവമായ കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. രക്ഷയിൻ സംഗീതം ആണ് നമ്മൾ ഇനിയും കേൾക്കുവാൻ പോകുന്നത്. ക്രൂശിലെ രക്ഷയെ പ്രകീർത്തിക്കുന്ന അനുഗ്രഹീത ഗാനങ്ങൾ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ പാടുന്നു. ദ ഗ്രേറ്റസ്റ്റ് സിംബൽ ഓഫ് ലവ് ഈസ് ക്രോസ്. ആ ക്രൂശിലാണ് സകലവും നിവർത്തിക്കപ്പെട്ടത്. ആ ക്രൂശിലാണ് നമുക്ക് സൗഖ്യമേകിയത്. ആ ക്രൂശിലാണ് നമ്മെ നേടിയെടുത്തത്. നാം തള്ളപ്പെട്ടവരായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ മ്യൂസിക് നൈറ്റ് ശ്രവിക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്ന ഒരു വാതായനമായിട്ട് ഈ മ്യൂസിക് നൈറ്റ് തീർന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു ഈ സന്ധ്യ. അങ്ങനെയെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്ന, ആ ക്രൂശിലേക്ക് അടുക്കുന്ന, there is no other greatest gift that God has given in our life. That is the cross. ക്രിസ്തുവിൽ കൂടി ആ ക്രൂശിതനായ ക്രിസ്തുവിനെ നമുക്ക് തന്ന ആ നാഥനെ നമുക്ക് പ്രകീർത്തിക്കാം. ഹല്ലേലൂയ. സ്വർഗയാൻ ചേരുവാൻ വൻപൊന്നേ വെതവീകം കൃപയിൻ നാടത് കാണും ഞാൻ എന്നെ വീണരക്ഷകനെ എന്നേക്കും തൻ കൂടെ വാഴുമേ. ഓ വീടുവാണൻ ഏവരും മുൻപിൽ മായും മൃത്യുവും അന്നാദിനാമതിൽ നേരെ
Christ, our living hope. ഓരോ ദിവസവും ക്രിസ്തീയ ചൈത്രയാത്ര മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ആ യേശു കർത്താവാണ്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഒന്നുകിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എത്രയും താമസമെന്നാ അവൻ്റെ കാഹളം കേൾക്കുവാൻ സമയമായി അവൻ്റെ കാഹളത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുക. കാര്യം അവൻ്റെ മുന്നിലുള്ളത് അടുത്തത് നിത്യതയാണ്. ആ നിത്യത എന്ന് പറയുന്നത് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള മാർഗം യേശു കർത്താവാണ്. ഈ രാത്രി സമയം ആ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ആ ക്രിസ്തുവിൻ്റെ സമർപ്പണത്തിലേക്ക് അവനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുന്ന ഒരു രാത്രിയായി തരട്ടെ. ഈ മ്യൂസിക് നൈറ്റ് കേവലം ചില പാട്ടുകൾ പാടി മാത്രം അവസാനിപ്പിക്കുന്ന ഒന്നല്ല. യഥാർത്ഥമായി ക്രിസ്തുവിലേക്ക് നമ്മൾ അടുക്കുന്ന, അവനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരനുഭവമായി തീരട്ടെ. അങ്ങനെ ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ ഒരു നിത്യതയാണ് അവന്റെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ആശങ്കകൾ തിരമാലകൾ പോലെ ആഞ്ഞടിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ, പ്രതിസന്ധിയുടെ കൊടുംകാട്ടിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ ജീവിത നൗക തകർന്നു പോകാതെ നടത്തുന്ന നാഥൻ. ഇങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിത നൗകയിൽ പതറാതെ ഈ ചെറിയ ആയുസ്സിൽ നമുക്ക് മുന്നോട്ട് ജീവിതം നയിക്കാം. അവൻ നമ്മെ കൈവിടത്തില്ല, നമ്മെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിങ്ങളോട് ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം നൗക ആ ജീവിത പ്രതിസന്ധിയുടെ അരണ്ട വെളിച്ചം ദൂരെ നോക്കിക്കേ. അവിടെ ഇതാ ഒരു ക്രൂശ് കാണുന്നു. ആ മറുകരയിൽ ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഈ തോണി തുഴഞ്ഞുകൊണ്ട് ആ മറുകരയിൽ നമുക്ക് യാത്ര തുടരാം. ഹല്ലേലൂയ.
എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ദേഹം മണ്ണിൽ ഉപേക്ഷിച്ചാലും ആ പ്രിയന്റെ അടുക്കൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണല്ലേ. ഒരു പാട്ട് പോലും എഴുതാത്ത നമ്മള് എത്രയോ ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ ഇവിടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവം അവർക്ക് അനുഭവങ്ങളെ കൊടുത്തു, ദൈവം അവർക്ക് ഈണം കൊടുത്തു, ദൈവം അവർക്ക് കൃപ കൊടുത്തു. നമ്മൾ എഴുതാതിരുന്നിട്ട് പോലും നമ്മളെ കൊണ്ട് അത് പാടിപ്പിച്ചല്ലേ. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പാടുവാൻ മാത്രമല്ല, അത് ആസ്വദിക്കുവാൻ കൂടി ഇങ്ങനെയുള്ള മ്യൂസിക് നൈറ്റ് മുഖാന്തരം നമുക്ക് അവസരം ഒരുക്കി തന്ന ആ YP ടീമിനെ ഓർത്തും കർത്താവിനെ സ്തുതിച്ചാട്ടെല്ലാവരും. ഹല്ലേലൂയ. ദൈവം ഇനിയും അനുഗ്രഹിക്കപ്പെട്ട ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നിത്യതയെ ലക്ഷ്യമാക്കി പോവുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം നുകർന്ന ദൈവ പൈതൽ ഇപ്പോൾ അക്കരെ ലക്ഷ്യമാക്കി പോവുകയാണ്. ആ ശിഷ്യന്മാരുടെ പടക് അക്കരയ്ക്ക് നീങ്ങി തുടങ്ങി കേട്ടോ. കാറ്റടിക്കാൻ തുടങ്ങി, കോള് വരുവാൻ തുടങ്ങി, പ്രക്ഷുബ്ധമായ തിരമാലകളാൽ അവർ വലയാൻ തുടങ്ങി. അവർ ഭയപ്പെട്ടു. എന്നാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. യേശു ആ പടകിൽ കയറുവാൻ തക്കൊണ്ടായി തീർന്നു. ആ കാറ്റടങ്ങുവാൻ തക്കൊണ്ടോടെ തീർന്നു. കടൽ ശാന്തമാകുവാൻ തക്കൊണ്ടോടെ തീർന്നു. അങ്ങനെയെങ്കിൽ ആ വിശ്വസ്തനായ നാഥൻ നമ്മെ അക്കരെ എത്തിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ നങ്കൂരം ആരായിരിക്കണം? ക്രിസ്തു ആയിരിക്കണം കേട്ടോ. ഉലയാതെ ഇളകാതെ അക്കരെ നാട്ടിലെത്തിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം. ഹല്ലേലൂയ. അവനിൽ തന്നെ ആശ്രയിക്കാം. അവനാണ് നമ്മുടെ എല്ലാം. ഹല്ലേലൂയ. Praise to Jesus. खुदा तू ही है सहारा मेरा, तू ठिकाना, तू ही है सहारा मेरा खुदा। सहारा मुझको चाहिए, सहारा मुझे खुदा, सहारा मुझको चाहिए, सहारा मुझे संभाल, मैं घिरा, मुझे संभाल, मैं घिरा, मुझे संभाल, मैं घिरा, मुझे संभाल, मैं घिरा, सहारा मुझको चाहिए, सहारा
मुझे संभाल मैं गिरा ഹല്ലേലൂയ. മുझे സംഭാല മേ ഗിര എന്ന് പറഞ്ഞേ. മുझे സംഭാല എന്നെ, അതാണ് വചനത്തിൽ വായിക്കുന്നത്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോട് നിർത്തുവാൻ കഴിവുള്ളവൻ. അങ്ങനെയെങ്കിൽ ഈ നിത്യത വരെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന കളങ്കമില്ലാത്തവരെ ആനന്ദത്തോട് നിർത്തുവാൻ ശക്തിയുള്ള ദൈവകരങ്ങളിലേക്ക് ഓരോ ദിവസവും നമുക്ക് ഏൽപ്പിക്കണം നമ്മളെ, കേട്ടോ. നമ്മുടെ ഈ ജൈത്രയാത്രയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തി നമ്മൾ നിത്യതയിലെ ലക്ഷ്യമാക്കി പോവുകയാണല്ലേ. നിത്യത എത്തിയാൽ പിന്നെന്തോ ഉള്ളത്? അവിടെ ആരാധനയാണുള്ളത്. സ്വർഗത്തിൽ ഇപ്പോൾ ആരാധന നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു ആരാധനയുടെ കൂടെ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുക ഭൂമിയിൽ നിന്ന്, അല്ലേ. നമ്മൾ നിത്യതയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്തുതിയും സ്തോത്രവും ആ കുഞ്ഞാടിനെ ആരാധിക്കുന്ന അനുഭവങ്ങളാണുള്ളത്. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ പാടി ആരാധിക്കുന്ന തുടർന്നുള്ള ചില പാട്ടുകളാണ് നമ്മൾ ഒരുമിച്ച് പാടുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്. കർത്താവിനെ നിത്യതയിൽ പാടി ആരാധിക്കുവാൻ തക്കണം, നമുക്ക് ഒരുമിച്ച് ഇവിടുന്ന് പ്രിപ്പയർ ആകുവാൻ തക്കണം. ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ, സംഗമങ്ങളൊക്കെ ഇതിനായി ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലിസണിങ്, നമ്മളെ തന്നെ റെസ്പോണ്ട് ചെയ്യുവാൻ തക്കണം. ഈ ആരാധനയോട് നമ്മളൊന്ന് റെസ്പോണ്ട് ചെയ്യുവാൻ, നമ്മൾ ഇൻവോൾവ് ആകുവാൻ തക്കണം. ദൈവം നിങ്ങൾക്കൊക്കെ കൃപ തരട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. Rafa Elohim
supernatural faith. Your glory is tangible in this place. Lord, you're doing something great. Awaken supernatural faith. Yahweh, Rapha, Elohim, Shaddai, Adonai, manifest യഹോവ ഇരയായി എൽഷദയായി വെളിപ്പെടുന്ന ദൈവമാണ്. ഈ രാത്രി സമയം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവൈതലേ, അവൻ ഇരയായി എൽഷദായി റാഫയായി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകിയ ദൈവമായിരിക്കാം. പക്ഷെങ്കിൽ ഈ രാത്രി സമയം നമ്മുടെ ഏറ്റവും അടുത്തത് ആരായിട്ടാണ് നമ്മൾ അവനെ കണ്ടുമുട്ടിയിരിക്കുന്നത്? ദൈവം നമ്മുടെ ഈസ് ജീസസ് യുവർ ഫ്രണ്ട്? കുഞ്ഞുങ്ങളെ, അവൻ നമ്മുടെ ഫ്രണ്ടാണോ? ജീസസ് നമ്മുടെ ഫ്രണ്ടാണോ? യെസ്. സോ യു ഷുഡ് ഹാവ് ദാറ്റ് കൺഫർമേഷൻ. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ അവൻ നമ്മുടെ എല്ലാമായിട്ട്, യഹോവ ഈരയായിട്ട് ഒക്കെ കൂടെ ഇരുന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ദൈവസന്നിധിയിൽ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏത് തലങ്ങളിലും അവൻ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. മാനുഷിക ബന്ധങ്ങളൊക്കെ സ്വാർത്ഥതയുടെയും മൂടുപണത്തിന്റെയും ഒക്കെയാണ്. പാട്ടുകാരൻ പറഞ്ഞത് കണ്ടിട്ടും കാണാതെ പോകുന്നവരാണ്. എന്നാൽ Praise Lord. Praise Lord. he who can comes beyond your death, അതാണ് നമ്മളെ എറ്റേണിറ്റിയിൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും നയിക്കുന്നത്. Praise God. ശവകുടീരത്തിനും അപ്പുറമായിട്ട് നമ്മളെ എടുത്തേക്ക് വരുവാൻ, നമ്മളെ കൊണ്ടെത്തിക്കുവാൻ, നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ആ ഒരു ദൈവം അവൻ എൽഷദായിയായിട്ട്, ഇരയായിട്ട്, റാഫയായിട്ട് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കരേറ്റിയാട്ട്. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങൾ കേട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളൊപ്പം നമ്മൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുവാനും ഒക്കെ നമുക്ക് അവസരമുണ്ടായല്ലോ. തുടർന്ന നിമിഷങ്ങളിൽ നമ്മൾ അല്പനേരം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് ഒന്നിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഇതുവരെ ഒന്ന് ഇരുന്ന് പാട്ടുകൾ കേൾക്കുകയൊക്കെ ആയിരുന്നു. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ചില നിമിഷങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. ദൈവത്തിന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് അവസരം നൽകി തന്നു. നമ്മൾ ആരാധിക്കുന്നത് പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെയാണ്. നമ്മൾ ഈ പാട്ടുകളൊക്കെ പാടുന്നത് ആ പരിശുദ്ധനായ ദൈവത്തെയാണ് പാടി നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം അധിവസിക്കുന്നതായ പരിശുദ്ധിയിലിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശ ഒരിക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇസ്രായേൽ മക്കളോട് ഈ ദൈവത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ദൈവം ആരാണെന്ന് മിസ്രൈമ്യർ ഫറവോൻ അല്ലെങ്കിൽ ഫറവോനും കൂട്ടരും ചോദിച്ചാൽ ആ ദൈവത്തിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചപ്പോൾ മോശയോട് ദൈവം പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. ആ പരിശുദ്ധിയിൽ വസിക്കുന്ന ദൈവം. യെശയ്യാ പ്രവാചകൻ ഒരിക്കൽ ദൈവിക ദർശനമുണ്ടായി കഴിഞ്ഞപ്പോൾ ആകാശത്തേക്ക് നോക്കി സിംഹാസനത്തിലേക്ക് നോക്കിയപ്പോൾ താൻ കണ്ട കാഴ്ച ഇതാണ്. സാറാഫുകൾ ആ പരിശുദ്ധനായ ദൈവത്തിന്റെ ചുറ്റിനും നിന്നിട്ട് അവർ 6 ചിറകൾ, 2 ചിറകൾ കണ്ണുകൾ മൂടിക്കൊണ്ട്, 2 ചിറകൾ പാദങ്ങൾ മൂടിക്കൊണ്ട്, 2 ചിറകുകൾ അടിച്ചുകൊണ്ട് പറന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് ആർക്കുന്ന ഒരു രംഗം യെശയ്യാവ് കാണുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈ സറാഫുകൾ കണ്ണുകൾ മൂടിയത്? എന്തുകൊണ്ടാണ് ഈ സറാഫുകൾ പാദങ്ങൾ മൂടിയത്? കണ്ണുകൾ മൂടിയത് പരിശുദ്ധിയിൽ നിൽക്കുന്ന ദൈവത്തെ ഒരിക്കലും അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ അവർക്ക് കഴിയുന്നില്ല. ആ പരിശുദ്ധിയിൽ നിൽക്കുന്ന നിൽക്കുന്ന ദൈവത്തെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാതെ ആ കണ്ണുകൾ മറച്ചുകൊണ്ട് അവർ നിൽക്കുന്ന ഇടം ഒരുപക്ഷെ അശുദ്ധമാകുകയാണെങ്കിൽ അത് വേണ്ട, ഞങ്ങളുടെ കാലുകൊണ്ട് അശുദ്ധമായ ഇടത്തെ അല്ലെങ്കിൽ അശുദ്ധമാകാൻ സാധ്യതയുള്ളതിനെ മറച്ചുകൊണ്ട് എങ്ങും തൊടാതെ പരിശുദ്ധനായ ദൈവത്തെ എന്ത് ചെയ്യാണ്? ആരാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ അന്ധകാരത്തിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ അതിന് പ്രകാശമുണ്ട്. എന്നാൽ സൂര്യൻ ഉദിച്ച് തെളിഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ യാതൊരു പ്രകാശവും അതിൽ നിന്ന് കാണാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പരിശുദ്ധനായ ദൈവം നമ്മുടെ മുൻപിലുള്ളപ്പോൾ നമ്മുടെ ആരാധനകൾ, നമ്മുടെ സ്തോത്രങ്ങൾ, നമ്മുടെ സ്തുതികളൊന്നും ആ പരിശുദ്ധിയുടെ മുന്നിൽ ഒന്നുമല്ല എന്ന് ഈ രാത്രികാലം ഓർക്കാനിടയാകട്ടെ. കർത്താവെ, നിന്നെ ആരാധിക്കുവാൻ, ആ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കാൻ, പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ അശുദ്ധികൾ നിറഞ്ഞ എന്നെ ദൈവം യോഗ്യനാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ ലഭിച്ച ഭാഗ്യം ഓർത്തിട്ട് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കാനായിട്ട് കഴിയും. നമ്മുടെ കുറവുകൾ വെച്ച് നോക്കിയാൽ ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ വരാൻ യാതൊരു യോഗ്യതയുമില്ല. സറാഫുകൾ അവരുടെ കണ്ണുകളെ മൂടിക്കൊണ്ട്, അവരുടെ പാദങ്ങളെ മൂടിക്കൊണ്ട് പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് അവർ പറന്നുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ആർത്തു വിളിച്ചപ്പോൾ, ഈ ഭൂമിയിൽ നമ്മളായിരുന്നപ്പോൾ എത്ര തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ കാര്യങ്ങളിൽ നമ്മൾ പാപം പഗ്ഗുലമായ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ പിണക്കങ്ങള്, ഈർഷ്യകള്, ഈഗോയെ, ഇതൊക്കെ നമ്മളെ അശുദ്ധിയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ, ആ പരിശുദ്ധിയനായ ദൈവത്തിൻ്റെ മുമ്പിൽ അവനെ ആരാധിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെന്നുള്ളത് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ഈ അവസാന പാട്ട് നമ്മൾ ഒന്നിച്ച് പാടുമ്പോൾ, കർത്താവേ, യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാനായി, അങ്ങ് പരിശുദ്ധൻ 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 എന്ന് വിളിക്കാനായി, പാപപങ്കുലുമായി എൻ്റെ അധരങ്ങളെ ദൈവം ശക്തീകരിച്ചതിനായി നന്ദി എന്ന് ഹൃദയംഗമായി ഒന്ന് പാടട്ടെ. നമ്മുടെ പ്രിയ സഹോദരൻ നമുക്ക് വേണ്ടി മനോഹരമായ ഗാനങ്ങൾ പാടി. ഇനിയുള്ള പാട്ട് നമ്മൾ ഒന്നിച്ച് പാടുമ്പോൾ, കർത്താവേ, ഈ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ എന്നെ വിശുദ്ധീകരിക്കണമേ,
എന്നെ അതിന് യോഗ്യനാക്കണമേ. എൻ്റെ ജീവിതത്തിലെ പാപങ്ങളോ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്തെങ്കിലും ഉണ്ട്, ഞാൻ ദൈവം മുമ്പാകെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ഇത് രാത്രികാലം പറയാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പരിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ പലപ്പോഴും കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ അധികമായി ചൊരിയുന്നത് കൊണ്ട് ആ പരിശുദ്ധിയെ നമ്മൾ കളങ്കപ്പെടുത്തിയ പല മണ്ഡലങ്ങളുണ്ട്. ഇന്ന് ഈ YP ടീം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ഈ ഒരു പ്രോഗ്രാമിൽ എ ജേർണി ത്രൂ ദി മ്യൂസിക്, ദ ജേർണി ഓഫ് ഫെയ്ത്ത് ത്രൂ ദി മ്യൂസിക് എന്നൊരു തീമിലൂടെയാണ് നാം സഞ്ചരിച്ചത്. നമ്മൾ രക്ഷിക്കപ്പെട്ടൊരു സമയം നമുക്കുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വിശ്വാസ ജീവിതം മുമ്പോട്ട് നയിക്കുന്നൊരു കാലഘട്ടമുണ്ട്. നിത്യതയെ നോക്കി നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ നമ്മുടെ വിശുദ്ധിക്ക് കളങ്കം പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ദൈവസന്നിധി നമുക്ക് ഏറ്റുപറയാം, ഒന്നിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥൻ മിശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥൻ മിശിഹ. Ha ha
സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിട്ട്, സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായിട്ട് ഓ നാം നാഥനെ ആരാധിക്കാൻ പോവുകയാണ്. കൂടാരമായ നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാലും ഓ ഹല്ലേലൂയ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഓ കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും. ഓ ഹല്ലേലൂയ, നാം എല്ലാവരും അവനോടുകൂടെ എടുക്കപ്പെടുന്ന ഓ ചില ദിവസങ്ങൾ സമീപ ഭാവിയിൽ സംഭവിക്കും. ഓ ഈ മ്യൂസിക് നൈറ്റ് കർത്താവ് അതിനായിട്ടുള്ള ഒരു ആഹ്വാനമാകട്ടെ. കർത്താവിലേക്ക് അടുക്കുന്ന ഒരു വാതായനമായി ഇന്നത്തെ സന്ധ്യയായി തീരട്ടെ. ആരെങ്കിലും പുനർസമർപ്പണത്തിന് എത്തുന്നെങ്കിൽ ഈ രാത്രിയിൽ സമർപ്പിക്കുന്ന രാത്രിയായി തീരട്ടെ. ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് ഇടപെടുന്ന രാത്രിയായി തീരട്ടെ. ഓരോ ഗാനങ്ങളും ഓരോ സന്ദേശമാണ് ഈ രാത്രി സമയം നമുക്ക് നൽകിയിരിക്കുന്നത്. ഓ ദൈവസന്നിധി സമർപ്പിക്കാം, അവൻ വരാനായി. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവേ, തന്ന മനോഹരമായ സന്ധിക്കായി നിന്നെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ മരുഭൂമി യാത്രയിൽ കർത്താവേ, അനേക ദൈവഭക്തന്മാർ, മൺമറിഞ്ഞു പോയ ദൈവഭക്തന്മാർ ഒക്കെ എഴുതി തന്ന പാട്ടുകൾ കർത്താവേ, പാടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഈ ഒരു അവസരം കൂടി ഭൂമിയിൽ തന്നല്ലോ കർത്താവേ. ഞങ്ങൾക്ക് ശബ്ദം തന്നല്ലോ കർത്താവേ. ഇരുന്ന് കർത്താവേ ഇരിക്കുവാൻ ഒരു അവസരം നീ തന്നല്ലോ കർത്താവേ. ഓ നീ തന്ന എല്ലാ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിന്റെ രക്ഷയാണ് കർത്താവേ ഞങ്ങളെ ഇവിടെ കൂട്ടി വരുത്തിയത് കർത്താവേ. ഓ ഞങ്ങളെ നിത്യതയിൽ വരെ എത്തിക്കുന്ന നിന്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ രാത്രി സമയം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. തലവണയ്ക്ക് എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ വരമെങ്കിൽ കാണപ്പെടുവാൻ ഒരു ആഹ്വാനമായി കർത്താവ് ഇന്ന് സന്ധ്യയെ തീർത്തോട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ലോർഡ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു ചിന്തിക്കുന്നു. ഞാനൊരു വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാൻ സമയം കടന്നു എന്നറിയാം. പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരോടും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക ഈ നല്ലൊരു ദിവസം നമുക്കെല്ലാവർക്കും ദൈവത്തെ ഒരുമിച്ച് പാടുവാൻ, ആരാധിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാനെല്ലാം കൃപാലുവായ ദൈവം നമ്മളെ സഹായിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുന്നു. ആദ്യമായിട്ട് ചർച്ച് ഓഫ് ഗോഡ് ദുബൈയുടെ ശുശ്രൂഷകനും വൈപിയുടെ പ്രസിഡന്റുമായ പാസ്റ്റർ ബോബി എസ് മാത്യുവിനോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ പ്ലാനിങ് തൊട്ട് ഇതുവരെയും കർത്താസിൻ്റെ ഗൈഡൻസും സപ്പോർട്ടും ഞങ്ങൾക്ക് സഹായകരമായിരുന്നു. കർത്താസിനോടുള്ള നന്ദി വൈപിയുടെ പേരിൽ അറിയിക്കുന്നു. അതിനുശേഷം പ്രത്യേക ചർച്ചിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നു. ഈ ഒരു പ്രോഗ്രാം ഇവിടെ നല്ല ഭംഗിയായി നടത്തുവാൻ ചർച്ച് കമ്മിറ്റിയിലുള്ള എല്ലാ അംഗങ്ങളും ഞങ്ങളെ സഹായിച്ചു. അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുവാനെല്ലാം ഇടയായി. കമ്മിറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ നല്ല മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ഇവിടെയുള്ള കടന്നു വന്ന എല്ലാ സിംഗേഴ്സ്, പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് വായിച്ച എല്ലാവരോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. എല്ലാവരും പേര് പറയുന്നുണ്ട്, പക്ഷേ സമയത്തിൻ്റെ പരിധി കൊണ്ട് എല്ലാവരും പേരുകളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേക നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് ഗസ്റ്റായി 2 ഇൻസ്ട്രുമെൻറ്റ്, ഒന്ന് ഫ്ലൂട്ട് വായിക്കാനായി ബ്രദർ മനോജ്, അതുപോലെ തന്നെ അക്കോസ്റ്റിക് ഗിറ്റാർ വായിക്കാനായി ടിസ്വിൻ. ഇവരോടുള്ള പ്രത്യേക നന്ദി ചർച്ച കോഡിൻ്റെ പേരിലും വൈപ്പിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇതിൻ്റെ പ്രൊജക്ടർ, അതേപോലെ ഫോട്ടോ വീഡിയോഗ്രാഫി, ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ് ചെയ്തത്. അതുപോലെ ടെക്നിക്കൽ ടീം, മീഡിയ ടീം, ഇവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളും സന്തോഷിതമായി നടത്താൻ അവരെ ദൈവം സഹായിച്ചു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സോങ് ബുക്ക് കിട്ടുമെന്ന് അറിയാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ കടന്നു വന്ന ചെറിയ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ദൈവമക്കൾ, മാതാപിതാക്കൾ എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. വൈപ്പിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ദൈവം നല്ല പ്രോഗ്രാമുകൾ ഇനിയും വരും ദിവസങ്ങളിൽ നടത്തുവാൻ ദൈവം ഞങ്ങളെല്ലാവരും സഹായിക്കട്ടെ. നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മുടെ YP ടീമിലുള്ള എല്ലാ സഹോദരങ്ങൾക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. YP ടീമിലുള്ളവരൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ജസ്റ്റ് ഫോർ യെസ്. നമ്മുടെ YP ടീമിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരി ഒത്തിരി ഇതിനു വേണ്ടി ഒത്തിരി ആലോചിച്ച്, പല പ്രാവശ്യം ഇവർ കൂടി ആലോചിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇവർ ചിന്തിച്ചു. എന്നാൽ വളരെ മനോഹരമായ നിലയിൽ ഇവർക്ക് പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മുടെ സഹോദരങ്ങൾക്ക് കുറച്ച് സമയം കിട്ടിയുള്ളൂ. എന്നാൽ ഇന്നിവിടുത്തെ പാട്ടുകൾ കേട്ടപ്പോഴൊന്നും അങ്ങനെ ഒരു കുറവ് ഞങ്ങൾക്ക് ആർക്കും
മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം നിങ്ങളെ നന്നായിട്ട് ഉപയോഗിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ഈ മ്യൂസിക്കിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാനായിട്ട് വന്ന 2 സഹോദരങ്ങളുണ്ട്. ഫ്ലൂട്ട് വായിച്ച പ്രിയ ബ്രദർ മനോജ്, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രിയ സഹോദരൻ്റെ ആ ഫ്ലൂട്ട് വളരെ നന്നായി നമ്മുടെ മ്യൂസിക്കിനെ എൻകറേജ് ചെയ്തു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗിറ്റാർ വായിക്കാനായിട്ട് വന്ന ടിസ്വിൻ, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പ്രിയ സഹോദരനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഇതിനുവേണ്ടി ഒത്തിരി ടെക്നിക്കൽ കാര്യങ്ങൾ ചെയ്ത നമ്മുടെ വീഡിയോഗ്രാഫി ആൻഡ് സൗണ്ട് പ്രിയ സജീവങ്ങൾ, അതുപോലെ തന്നെ മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവർക്കായിട്ട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അവരൊക്കെ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്തു. ജോജി ബ്രദറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യ സമയം മുതൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സപ്പോർട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്ത പ്രിയ ജോജി ബ്രദറിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബാക്കി എല്ലാവരുടെയും പേരുകൾ പ്രിയ ശമൂവേൽ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് കൂടെ അവസാനിപ്പിക്കാം. ഇതിനുശേഷം നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻറ്റ് YP ടീം ഒരുക്കിയിട്ടുണ്ട്. അതും മേടിച്ചിട്ട് പോകണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. ദൈവം എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇതിനുശേഷം പ്രിയ സഹോദരങ്ങളൊരു പാട്ടുകൂടെ പാടും. കേൾക്കാൻ താല്പര്യമുള്ളവരത് കേട്ടിട്ടേ പോകാവൂ എന്നൊരു കാര്യം ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രിയെങ്കിൽ ഞങ്ങൾക്ക് നല്ല നിലയിൽ കർത്താവെ ഞങ്ങളുടെ YP ടീം സഹോദരങ്ങൾ ഒരുക്കിയതായ ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. കേവലം ഒരു പ്രോഗ്രാം ആയിരുന്നില്ല, അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഒരു അവസരമായല്ലോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ ദൈവം കൊടുത്ത അനുഗ്രഹിക്കപ്പെട്ട താലന്തുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരത് പ്രയോജനപ്പെടുത്തിയപ്പോൾ ദൈവം മഹത്വപ്പെടുകയും ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാനും കർത്താവ് അവസരം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ സഹോദരങ്ങളെ തുടർന്നും ബലപ്പെടുത്തണമേ. സഭയെ അനുഗ്രഹിക്കണമേ. ഇന്ന് കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണമേ. ഈ പാട്ടുകളൊക്കെ ഓരോ സന്ദേശമായി, ഓരോ പ്രസംഗങ്ങളായിട്ട് കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലൂടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയങ്ങളിലേക്ക് പകർന്നു ചെന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. ദൈവകൃപ ഞങ്ങളെ പൊതിയണം. എല്ലാ മഹത്വം, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദത്തിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നാളെ നമ്മുടെ പ്രഭാതത്തിൽ പ്രാർത്ഥനയുണ്ട്. 7 മണിയാകുമ്പോൾ എല്ലാവരും ആ മീറ്റിങ്ങിൽ കടന്നു വരിക. വൈകുന്നേരം നമ്മുടെ വിശുദ്ധ സഭായോഗം, അതിലും ആരും മുടക്കാതെ എല്ലാവരും വിശുദ്ധ ഈ ആരാധനകളിൽ വന്ന് സംബന്ധിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയെ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മ സഹവാസം കൂട്ടായ്മ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളൊപ്പം കർത്താവിൻ്റെ വരെ ഉണ്ടായിരിക്കും മാറാകട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് രാത്രികാലം ജയം നൽകിയത് ഓർത്ത് കർത്താവിന് മഹത്വം കരയേറ്റാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തീരം മുന്നേറും. യേശുവിൽ ഞാൻ ചാരിടും. യേശുവിൽ ഞാൻ ചാരിടും. ആഴികളും തീരമാലകളും ആർത്തീരം മുന്നേറും. വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം, വല്ലഭനീ കോട്ട, വല്ലഭനീ ശൈലം. നിന്റെ കൈകളിലല്ലയോ നീ മറഞ്ഞ നിവാസം. നിന്റെ കൈകളിലല്ലയോ നീ മറഞ്ഞ നിവാസം. കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു. സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുന്നു. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രേ. ഉറങ്ങിയിടുന്ന ശുദ്ധിമാ
കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർത്തുവാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുന്നവർ. Thank you all. Hallelujah. ഈ മ്യൂസിക് നൈറ്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് പ്രസംഗം ഇവിടെ നിൽക്കും, പ്രാർത്ഥന ഇവിടെ ഭൂമിയിലേ ഉള്ളൂ. പക്ഷെങ്കിൽ നിൽക്കാത്ത ഒന്നുണ്ടെങ്കിൽ സംഗീതം മാത്രമാണ്. അങ്ങനെയെങ്കിൽ താങ്ക് യു YP ടീം ഫോർ അറേഞ്ചിങ് സച്ച് എ ഗുഡ് പ്രോഗ്രാം. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹല്ലേലൂയ.